എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാരിയർ സ്പ്ലിറ്റ് എ സിയുടെ PCB ആണ്. ഇതൊരു നോർമൽ സ്പ്ലിറ്റ് എ സി ആണ്, ഇൻവെർട്ടർ അല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഡോർ ബ്ലോവർ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ബോർഡ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ കപ്പാസിറ്ററൊക്കെ വർക്ക് ചെയ്യുന്ന ഈ മോട്ടർ കറങ്ങില്ലെന്നും പറഞ്ഞ് ഈ കപ്പാസിറ്ററൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ വേറെ കപ്പാസിറ്ററൊക്കെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. 1.5 MFTയുടെ കപ്പാസിറ്ററാണ്. അപ്പോൾ ഇതും ഇളക്കിയാണ് കൊണ്ടുവന്നിരുന്നത്. ഞാനാണ് ഇപ്പോൾ സോൾഡർ ചെയ്തിൽ പിടിപ്പിച്ചിരിക്കുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നിട്ടും ഞാനത് കണക്ഷനെല്ലാം കൊടുത്തിട്ട് ഓൺ ചെയ്ത് നോക്കിയിട്ടും ഈ ഒരു മോട്ടർ കറങ്ങുന്നില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇതിനകത്ത് ഈ ഒരു ബ്ലോവർ മോട്ടർ വർക്ക് ചെയ്യാത്തതെന്നും നോക്കാം. ഇത് ഒത്തിരി നല്ല രീതിയിലുള്ള ഒരു പഴയ ബോർഡാണ്. ഇതിന് ഓൺ ബോർഡ് റിലേ ഇല്ല, സെപ്പറേറ്റ് ഇതിന് റിലേ സ്വിച്ച് ഔട്ട്ഡോർ യൂണിറ്റിനായിട്ടുള്ള റിലേ സ്വിച്ച് സെപ്പറേറ്റ് വരുന്ന ടൈപ്പാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ PCBയിൽ 2 LED മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ PCB. ഒരു 4 LED IR വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എന്തുകൊണ്ടാണ് ഇതിൽ ബ്ലോവർ മോട്ടർ വർക്ക് ചെയ്യാത്തത്. ഞാനിവിടെ PG മോട്ടറാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. PG മോട്ടറിൻ്റെ പ്ലസ് മൈനസ് സിഗ്നലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് സപ്ലൈ ലൈന്, കപ്പാസിറ്റർ ലൈന്, ഫേസ് ലൈന്, ന്യൂട്രൽ ലൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2 സെക്ഷനാണ്. ഒന്ന് കോൾഡ് സെക്ഷനും ഒന്ന് ഹോട്ട് സെക്ഷനും. ഹോട്ട് സെക്ഷൻ എന്ന് പറയുന്നതാണ് ഈ ഒരു ലൈൻ, ഇപ്പുറത്തുള്ളത് ഹോട്ട് സെക്ഷൻ, ഇപ്പുറത്തുള്ളത് കോൾഡ് സെക്ഷൻ. അപ്പോൾ നമുക്ക് ആദ്യം കോൾഡ് സെക്ഷനിൽ നിന്ന് ചെക്കിങ് തുടങ്ങാം. എങ്ങനെയൊക്കെയാണ് ഇത് ചെക്ക് ചെയ്യേണ്ടതെന്നും ഒക്കെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലോവർ മോട്ടർ നമുക്ക് വർക്ക് ചെയ്യാതിരിക്കാനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന്, സീറോ ക്രോസിംഗ് വോൾട്ടേജ് വന്നില്ലെങ്കിലും ബ്ലോവർ മോട്ടർ വർക്ക് ചെയ്യത്തില്ല. പിന്നെ നമ്മുടെ മെയിൻ MCU സിഗ്നൽ, അതായത് ഈ മോട്ടർ എനബിൾ ചെയ്യാനുള്ള സിഗ്നൽ പോയില്ലെങ്കിലും, അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള സിഗ്നൽ പോയില്ലെങ്കിലും ഈ മോട്ടർ വർക്ക് ചെയ്യില്ല. MCU എന്ന് വരുന്ന സിഗ്നൽ ഹോട്ട് സെക്ഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഒപ്റ്റോ കപ്ലർ ഉണ്ട്. ഈ ഒപ്റ്റോ കപ്ലർ ഡാമേജ് ആണെങ്കിലും മോട്ടർ വർക്ക് ചെയ്യത്തില്ല. പിന്നെ വരുന്നത് ഈ ഒരു ട്രയാക്കാണ്. ട്രയാക്ക് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ മോട്ടർ വർക്ക് ചെയ്യത്തില്ല. പിന്നെ ഈ ട്രയാക്ക് വർക്ക് ചെയ്യുന്നത് നെഗറ്റീവ് വോൾട്ടേജിലാണ്. അപ്പോൾ ആ നെഗറ്റീവ് വോൾട്ടേജ് ഇവിടെ ക്രിയേറ്റ് ആയില്ലെങ്കിലും ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യത്തില്ല. നെഗറ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ട് നെഗറ്റീവ് വോൾട്ടേജ് ഇവിടെ വരണം, എങ്കിൽ മാത്രമേ ഈ ഒരു ട്രയാക്ക് ഇവിടെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഈ ഒരു ട്രയാക്ക് എന്ന് പറയുന്നത് അപ്പുറം AC ആണ് വരുന്നത്. അത് T1 T2 ടെർമിനൽ 1 ടെർമിനൽ 2 AC കറണ്ട് ആയിരിക്കും. അപ്പോൾ അവിടെ സ്വിച്ചിങ് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് സപ്ലൈ ഇവിടെ കൊടുക്കേണ്ടി വരും. നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് സീറോ ക്രോസിംഗ് വോൾട്ടേജ് കറക്റ്റാണോ, ഔട്ട്പുട്ട് സിഗ്നൽ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. കണക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷനാണ്. ഇവിടെ വന്നിട്ട് ഇത് ബ്രിഡ്ജ് റെക്ടിഫയർ, ഇത്രയും ഭാഗമാണ് നമുക്ക് സീറോ ക്രോസിങ്ങിന് വരുന്നത്. ഈ സീറോ ക്രോസിങ്ങിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വന്നിട്ട് ഇത് പുള്ളപ്പ് ചെയ്തിട്ടുണ്ട്. 5 വോൾട്ടുമായിട്ട് പുള്ളപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ഈ ഒരു കണക്ഷന് നേരെ MCUയിലോട്ടാണ് പോകുന്നത്. MCU നമ്മുടെ ഇവിടെ നിന്ന് ഈ ഒരു ULLോട്ട് ഔട്ട് കൊടുക്കും. ULN ഈ ഒരു ഒപ്റ്റോ കപ്ലറിനെ ആക്ടിവേഷൻ ചെയ്യും. അവിടെ നിന്ന് ഈ ഒപ്റ്റോ കപ്ലർ ആക്ടിവേറ്റ് ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നെഗറ്റീവ് വോൾട്ടേജ് കടന്ന് നമ്മുടെ ഈ ഒരു ട്രാക്ക് വർക്ക് ചെയ്യും, ഫാന് ഓടുകയും ചെയ്യാം. അപ്പോൾ വോൾട്ടേജ് കാര്യങ്ങൾ നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് പോവാം. അത് നമുക്കിവിടെ 5 വോൾട്ട് വരുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. 5 വോൾട്ട് കൃത്യമായിട്ട് വരുന്നുണ്ടോയെന്ന്. നമുക്കിവിടെ 4.9 കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതായത് 5 വോൾട്ട് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് സീറോ ക്രോസിംഗ് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. സീറോ ക്രോസിംഗ് വോൾട്ടേജ് ഒരു 200-300 ഇടയ്ക്ക് നിൽക്കണം. ഓക്കെ, 356 വോൾട്ട്, 356 മില്ലി വോൾട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഫാൻ എനേബിൾ ആകുന്നത് ഇവിടെ ആയിട്ടാണ്. ഈ ULL ഇപ്പോൾ നമുക്കിവിടെ 0 വോൾട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് 0 വോൾട്ട്. നമുക്കൊന്ന് ഫാൻ ഓൺ ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ ബോർഡ് AC ഓൺ ചെയ്തിട്ടുണ്ട് റിമോട്ടിൽ. ഇവിടെ ഇപ്പോൾ നമുക്ക് 209 മില്ലി വോൾട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ -2 വോൾട്ട്. അപ്പോൾ ഇത് എനേബിൾ ചെയ്യാന്നുള്ള സെക്ഷനും ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഈ IC കറക്റ്റായിട്ട് നമുക്കിവിടെ ഫാന് എനേബിൾ ചെയ്യുന്നുണ്ട്. അതായത് MCU കറക്റ്റായിട്ട് എനേബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കോൾഡ് സെക്ഷനിലുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്കതെല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക്
ഹോട്ട് സൈഡിലോട്ട് നോക്കാം. ഹോട്ട് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് സൈഡിൽ നമുക്ക് ഈ ഒരു ട്രയാക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 12 വോൾട്ട് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടാണ് നമുക്ക് ഈ കാണുന്നത്. അതായത് ഇതിൻ്റെ ന്യൂട്രൽ ലൈനിൽ നിന്ന് ഒരു 11K റെസിസ്റ്റൻസ് ഇട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 4007 ഡയോഡ് നെഗറ്റീവ് പൊളാരിറ്റിയിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഇവിടെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കപ്പാസിറ്റർ, വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൻറ്റർ ഡയോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര വോൾട്ടേജ് വരണമുണ്ടെന്ന് നോക്കാം. ഇവിടെ നമുക്ക് -12 വോൾട്ട് വരണം. ഇവിടെ നമുക്ക് -2 വോൾട്ടേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പാണ്. അപ്പോൾ ഇവിടെ ഈ വോൾട്ടേജ് ഡ്രോപ്പ് വരാൻ പാടില്ല. ഈ 2 കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ ഒരു സെൻറ്റർ ഡയോഡും ഒരെണ്ണം ഈ ഒരു കപ്പാസിറ്ററും. ഈ കപ്പാസിറ്റർ വീക്കായി കഴിഞ്ഞാലും വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യും. ഈ ഒരു സെൻറ്റർ ഷോർട്ടായിരുന്ന ഹാഫ് ഷോർട്ടിലോട്ട് പോയി കഴിഞ്ഞാലും ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ഈ റെസിസ്റ്റൻസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് കപ്പാസിറ്ററും ഈ ഒരു ഡയോഡും കൂടെ പവർ ഊരിയിട്ടിട്ട് ഞാൻ മൾട്ടിമീറ്റർ ഓംസ് മോഡിലാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് എത്രയുണ്ടെന്ന് നോക്കാം. ഇവിടെ 10.87 കിലോ ഓംസ് കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇവിടെ ഏതാണ്ട് സെയിം വാല്യൂ തന്നെയാണ് കാണിക്കുന്നത്, 10.89. പിന്നെ നമുക്ക് ഇത് ഡയോഡ് മോഡിലിട്ടിട്ട് നമുക്കിവിടെ ഒരു 4007 ഡയോഡുണ്ട്. ഈ ഒരു ഡയോഡ് കറക്റ്റാണോ, ഷോർട്ടിങ് ആണോ, ലീക്കേജ് ഉണ്ടോയെന്ന് നോക്കാം. ഈ ഡയോഡും കറക്റ്റ് റീഡിങ് കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെ വരുന്ന ഈ സെനർ ഡയോഡിൻ്റെ വാല്യൂ 327 കാണിക്കുന്നുണ്ട്. ഓപ്പോസിറ്റും 327 കാണിക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡും ഒരേ റീഡിങ് കാണിക്കുന്നുണ്ട്. ലീക്കേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സെനർ ഡയോഡൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ സെനർ ഡയോഡ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ആ സെനർ ഡയോഡ് ഇതിൻ്റെ സൈഡ് നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ റീഡിങ് കയറി പോകുന്നുണ്ട്. ഇപ്പോൾ റീഡിങ് കഴിഞ്ഞു. അപ്പോൾ ഈ സെനർ ഡയോഡാണ് നമുക്കിവിടെ പ്രശ്നമായിട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ സെനർ ഡയോഡ് ഒന്ന് വെളിയിലെടുക്കാം. അതാണ് 12 വോൾട്ടിൻ്റെ സെനർ ഡയോഡാണിത്. ഇത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുറത്ത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 478 റീഡിങ് കാണിക്കുന്നുണ്ട്. പൊളാരിറ്റി തിരിച്ച് വെച്ച് നോക്കാം. ഇവിടെയും സെയിം റീഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 12 വോൾട്ട് സെനർ ഡയോഡ് ലീക്കേജ് ആണ്. അപ്പോൾ ഞാനിവിടെ വേറൊരു സെനർ ഡയോഡ് എടുത്തിട്ടുണ്ട്. ഇത് IN 4742 12 വോൾട്ട് 1 വാട്ടിൻ്റെ സെനർ ഡയോഡാണിത്. അപ്പോൾ ഈ ഒരു സെനർ ഡയോഡ് നമുക്ക് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യാം. ഇതിനകത്തോട്ട് പിടിപ്പിക്കാൻ പറ്റത്തില്ല, കാര്യം അവിടെ സ്ഥലം നമുക്കിതൊന്ന് അകത്തോട്ട് വെക്കാൻ പറ്റിയ സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് നമുക്കിത് ഈ സൈഡിൽ പുറത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ പോസിറ്റീവ് സൈഡ് പോസിറ്റീവിലും നെഗറ്റീവ് സൈഡ് നെഗറ്റീവിലും ആയിട്ടാണ് ഈ ഒരു സെനർ ഡയോഡ് ഞാനിതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന്, കറക്റ്റ് 12 വോൾട്ട് വരുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്ത് ഓൺ ചെയ്തു. ഓണായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കവിടെ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്? 11.89 വോൾട്ടേജ്, -11.89 വോൾട്ടേജ് വരുന്നുണ്ട്. ഓക്കെ, നേരത്തെ നമുക്കവിടെ 2 പോയിൻറ്റ് സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ഫാൻ മോട്ടർ കറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന്, ഇപ്പോൾ ഇത് സ്റ്റാൻഡ് ബൈ മോഡിൽ കിടക്കുകയാണ്. ഞാനൊന്ന് പവർ ഓൺ ചെയ്യുന്നു. പവർ ഓൺ ചെയ്തപ്പോൾ തന്നെ ഈ ഒരു ഫാൻ മോട്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓഫ് ചെയ്യാം. ഓൺ ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫാൻ മോട്ടർ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.